എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജാനകിയുടെയും ദേവേനയുടെയും എല്ലാവരുടെയും അങ്ങനെ ശല്യം സഹിക്ക വയ്യാതെ അവസാനം അനിയൊരു തീരുമാനം എടുക്കുകയാണ്. അവളെ കാണാനായിട്ട് ചെല്ലാനായിട്ട് അനാമികനെ പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അങ്ങനെ വേറെ ഗത്യന്തരമില്ലായിരുന്നു. കാരണം നാല് വഴിക്കൊന്നും എപ്പോഴും ഇത് തന്നെ പറഞ്ഞ അനീനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവസാനം അനി പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന വേണുവാണ്. വേണു അനിയെ കണ്ടു ചോദിച്ചു, ഓ നീയോ മരുമോനെ കയറി വരാൻ പറയാണ്. അല്ല എന്ത് പറ്റി ഈ വഴിയൊക്കെ, അതോ ഇനിയിപ്പോ വഴി മാറി വന്ന് കയറിയതാണോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും അനി പറഞ്ഞു, അല്ല ഞാൻ അനാമികയെ നിന്ന് കാണാൻ വന്നെന്ന് പറയണം. ഓ കാണാൻ വേണ്ടി വന്നാണോ? അല്ല ഇത്രയും ദിവസമായി മലയ്ക്ക് പോയിട്ട് വന്നിട്ട് ഇങ്ങോട്ട് കണ്ടുപോലും ഇല്ല എന്ന് പറയണം. ഇത് കേട്ടതും എനിക്ക് നല്ല ദേഷ്യം വന്നു. അനി പറഞ്ഞു, അതെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാന്ന് പറയാ. ഇത് കേട്ടപ്പോ വേണു പറഞ്ഞു, കൂട്ടിക്കൊണ്ടു പോകാനോ? എന്റെ മോളെ ഞാൻ നല്ല അന്തസ്സോട് കൂടിയിട്ടാ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടെ. പക്ഷെ അവിടെ വന്നിട്ടോ അവൾക്ക് ഒരു ദിവസം പോലും സ്വസ്ഥത സമാധാനം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആ വീട്ടില് ഒരു കാരണവശാലും അവൾക്ക് സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിലും നിന്റെ മനസ്സിലിപ്പോ അവളില്ലല്ലോ, നിന്റെ മനസ്സിൽ വേറെ പല കാര്യങ്ങളും അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും അനി പറഞ്ഞു, എനിക്ക് അനാമികനെ ഇത് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇനിയിപ്പം അവൾക്ക് വരാൻ താല്പര്യമാണോന്ന് ചോദിക്കുക. ഇല്ലേ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാന്ന് പറയണ. ഇത് കേട്ടതും വേണു പറഞ്ഞു, അല്ല നീ താലി കെട്ടിയ പെണ്ണ അവള്, അപ്പം നീ പറയുന്ന അവളെ അനുസരിക്കുകയും ചെയ്യേണ്ടവളാ. ഒരു കാര്യം ചെയ്യാൻ ഞാൻ ചോദിച്ചു വെക്കാം, അവൾക്ക് താല്പര്യമാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറയണം. പിന്നീട് വേണു അകത്തേക്ക് കയറി ചെല്ലുക. അകത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ ഇനി വന്നിട്ടുണ്ടെന്ന് പറയാ. ഇത് കേട്ടെന്ന് രേവതി പറഞ്ഞു, രക്ഷപ്പെട്ടു, എന്ത് ചെയ്യണമെന്ന് ഓർത്തിരിക്കുവായിരുന്നു പറയാ. അനാമി പറഞ്ഞു, ഞാൻ അവളുടെ കൂടെ പോണെന്നാണോ പറയണേ, അല്ലാതെ പിന്നെ പോവാതെ പിന്നെ എന്ത് ചെയ്യാനായിട്ടാ? ദേ ഞാൻ ഒരുമാതിരി ബിൽഡപ്പ് ഒക്കെ ഇട്ട് നിൽക്കുക. ഇനി അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അറിയാലോ. നീ എങ്ങനെയെങ്കിലും അവന്റെ കൂടെ പോയേ മതിയാവുള്ളൂ. ഇനി എപ്പോഴും അവൻ ഇങ്ങോട്ട് വന്നെന്ന് വരത്തില്ല എന്ന് പറയാം. അനാമി പറഞ്ഞു, അച്ഛാ അത് പിന്നെ ഞാന് ദേ ഇവിടെയാണ് നീ നിന്റെ മിടുക്ക് കാണിക്കണ്ടേ, അറിയാലോ. അവനെ നീ സ്നേഹിച്ച് വശത്താക്കണം, എങ്കിൽ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ലാതെ നീ അങ്ങോട്ട് പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അനാമിയെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. അല്ലെ തന്നെ അറിയാലോ, എപ്പോഴാ ഏത് നിമിഷമായി ഈ വീട് ജപ്തി ചെയ്യാനായിട്ട് വരുന്നെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പരം ഒരു നാണക്കേട് വേറെയില്ല. നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുകയും ചെയ്യും. അപ്പൊ അങ്ങോട്ട് കയറി ചെന്നാലോ ഈ കടങ്ങളൊക്കെ ഒന്ന് വീട്ടാൻ പറ്റുള്ളൂ എന്ന് പറയാം. അനാമിക പറഞ്ഞു. അവസാനം ശരിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. പിന്നീട് അനിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കണം. അനിയോട് പറഞ്ഞു, അതെ ഇതിനു മുമ്പ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള അനുഭവങ്ങളൊക്കെ എനിക്കറിയാം. ഇനി ഞാൻ അങ്ങോട്ട് വന്നാൽ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടാകാൻ പോണെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്നാ. അത് പക്ഷെ എന്റെ ഇഷ്ടപ്രകാരമൊന്നുമല്ല, വല്യമ്മ അമ്മ എല്ലാരും കൂടെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം. നിനക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടേ വരാം. പിന്നെ ഞാൻ വന്ന് വിളിച്ചില്ല എന്നതിന്റെ പേരിൽ ഇനിയിപ്പൊ നീ വരാതിരിക്കുമൊന്നും വേണ്ട. അറിയാലോ അന്ന് നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ എന്താന്ന്, നിന്റെ ഭാഗത്താ തെറ്റ്. പക്ഷേങ്കിൽ നീ നിന്റെ തെറ്റിനെ ന്യായീകരിച്ച് ഇറങ്ങി പോരുകയോ ചെയ്തേ. ഇനിയിപ്പം ഞാൻ ഇനിയും വിളിക്കാൻ പറ്റത്തില്ല, വരാനാണെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വരാന്ന് പറയണം. അനാമിക പറഞ്ഞു, എന്ത് ചെയ്യാനായേ, എന്റെ കഴുത്തിൽ താലി ആർത്തി പോയില്ലേ എന്ന് പറയണം. വേണ്ട, അങ്ങനെ റിസ്ക് എടുത്ത് നീ വരേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണ. പൂർണ്ണ മനസ്സോടെ മാത്രം വന്നാൽ മതി എന്ന് പറയണം. അനാമിക പറഞ്ഞു, ഞാൻ വരാന്ന് പറയാണ്. അങ്ങനെ അനാമേനും കൂട്ടി അനി പോരുവാണ്. പോരുന്ന വഴിക്ക് അനി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇങ്ങനെ ഒരു പിണങ്ങിപ്പോക്കുണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ ഞാൻ വന്നെന്ന് വരത്തില്ല. അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇതിപ്പോ വെല്ലുമ്മയ്ക്ക് വയ്യാതിരിക്കുവാണല്ലോ എന്ന് കരുതിയിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വന്നേ. വെല്ലുമ്മയുടെ മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഫേവർ നിനക്ക് ഒരിക്കലും കിട്ടത്തില്ലെന്നൊക്കെ പറയാം. പിന്നീട് അനാമിക ഒന്നും മിണ്ടിയില്ല. ഈ സമയം ദേവയാനി നേരെ ജയന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ ജയൻ ചോദിച്ചു, എന്തു പറ്റി ദേവേനി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കാം. ഒന്നുമില്ല, എനിക്കറിയാം നിന്റെ മനസ്സിന്റെ വേദന എന്താന്ന്. ഒരു പക്ഷേങ്കില് ആ പെൺകുട്ടി കരള് പത്തെന്ത പെൺകുട്ടീനെ കുറിച്ച് അറിയാത്തോണ്ടല്ലേ. അതെ ചേട്ടാ, ചേട്ടനോടൊക്കെ എത്ര വട്ടം ഞാൻ ചോദിച്ചു, നിങ്ങൾ എല്ലാരും എന്നിൽ നിന്ന് എന്തിനാ ഇതൊക്കെ മറച്ചു വെക്കുന്നേ, അത് മറച്ചു വെക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്കാം. ജയൻ പറഞ്ഞു, ഒരു കാര്യം നമ്മള് പറയണ്ട തീരുമാനിച്ച പിന്നെ എനിക്കത് പറയാൻ പറ്റുമോ, എല്ലാരും കൂടെ എടുത്ത തീരുമാനമാണ്, അത് പറയേണ്ട സമയത്ത് പറയായിരിക്കും. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് താല്പര്യമില്ല, പിന്നെ ഞാൻ എങ്ങനെയാ ഇതിനെക്കുറിച്ച് പറയണേ, അതുകൊണ്ട് ഇനി ഞാൻ എങ്ങനെ ദേവേനെ നിന്നോട് പറയണെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, അല്ല ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അറിഞ്ഞുകൊണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നേ, ഒരു പ്രശ്നമില്ലല്ലോ. അതെ അറിഞ്ഞുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷേ എങ്കില് എനിക്കത് പറയാനായിട്ട് നിർവാഹമില്ലെന്ന് പറയാണ്. ദേവേനിക്ക് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. ദേവേനി പറഞ്ഞു, വേണ്ട നിങ്ങൾ ആരും എന്നോട് പറയണ്ട, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറയണം.
പിന്നീട് ദേവേനെ എന്ത് ചെയ്യണം, ക്ഷേത്രത്തിലേക്ക് പോവാന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. കാരണം അല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, വേറെ എങ്ങോട്ട് പോകാന്ന് പറഞ്ഞ പോണേ. അപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകാന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ജാനകി വന്നിട്ട് പറഞ്ഞു, അതെ എടുത്തി ഞാനും കൂടെ വരാന്ന് പറയണേ. വേണ്ട, ഞാൻ തന്നെ പോയിട്ട് വന്നോളാം, ഇവിടെ അടുക്കള കുറെ ജോലികളൊക്കെ ഉള്ളതല്ലേ, പോരാത്ത നയന ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ട് വന്നോളാം, എനിക്ക് കൂട്ടിന്റെ ആവശ്യമൊന്നുമില്ല, കാര്യം കൂടെ ഡ്രൈവറും ഉണ്ടല്ലോ. പിന്നീട് ദേവേനെ നേരെ പോകുന്നേ അങ്ങോട്ടേക്ക് ആയിരുന്നില്ല, നേരെ ഹോസ്പിറ്റലിലേക്കായിരുന്നു ചെല്ലുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എന്നിട്ട് ഇതിന്റെ വിവരങ്ങളൊക്കെ അറിയണം. അങ്ങനെ ചെന്നിട്ട് എന്ത് ചെയ്യണം, ആ കയ്യില് ആ ഒരു റിസൾട്ടൊക്കെ ഉണ്ടായിരുന്നു, ആദർശിന്റെ റൂമിൽ നിന്ന് എടുത്ത ആ കുറെ മെഡിസിൻസ് ഒക്കെ എഴുതിയ ആ ഒരു കുറിപ്പട ഉണ്ടായിരുന്നു. അതുമായിട്ട് നേരെ പരിചയത്തിലുള്ള ഒരു പുള്ളിക്കാരത്തിനെ പോയി കാണുവാണ്. ആ ഡോക്ടറെ പോയി കണ്ടുവച്ചു, അല്ല ഇതെന്തിന്റെ മെഡിസിനാ, ഇതെന്താ കാര്യം, ഇതങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവര് കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം ദേവേനിയാ സത്യം അറിയണേ, തനിക്ക് കരള് തന്ന നയനയാന്നുള്ള കാര്യം. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ പോയി. ഒരു നിമിഷം ദേവേനി ഞെട്ടിപ്പോയി. ദേവേനിക്ക് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. പിന്നീട് ദേവേനി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനിയുടെ ഒരു കൂട്ടുകാരനെ കാണുവാണ്. കണ്ടു കഴിഞ്ഞപ്പോ ദേവേനിയോട് എങ്ങനെയുണ്ട്, സുഖമാണോ ദേവേനി ചോദിക്കാണ്. കുഴപ്പമില്ലാന്ന് പറയാണ്. അല്ല ഇപ്പം വേദനകളും വിഷമങ്ങളും ഒക്കെ മാറിയോ, എഴുന്നേറ്റൊക്കെ നടക്കാറായെന്ന് ചോദിക്കുക. വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല എന്നാലും ആ കരള് പാത്തു വന്ന പെൺകുട്ടി ആരായിരിക്കും, അതും ഇത്തരം ജീവൻ കൊടുത്ത് തന്നെ കരള് പാത്ത് നൽകാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ ചെയ്യുന്ന കാര്യമൊന്നും അല്ലോ എന്ന് പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ദേവേന പറഞ്ഞു, എനിക്ക് കരള് പാത്ത് തന്ന ആരാന്നറിയാവോ, എന്റെ മരുമോള് തന്നെയാന്ന് പറയാണ്. മരുമോളെ അതേന്ന് പറയാണ്. ഇത് പറഞ്ഞ് ദേവേനയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുവാണ്. പെട്ടെന്ന് അവർ പറഞ്ഞു, കൊള്ളാലോ, എന്നാലും ദേവേനി ഭാഗ്യമുള്ളവളാ, ഇങ്ങനെ ഇത്ര നല്ല ചങ്ക് പറിച്ചു തരാൻ പാകത്തിനുള്ള ഒരു പെൺകുട്ടിയല്ലേ ദേവേനയുടെ മരുമോളായിട്ട് വന്നിരിക്കുന്നേ എന്നൊക്കെ പറയാണ്. ദേവേനിക്ക് ഇതോട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്തെന്നില്ല, സന്തോഷമാണോ സങ്കടമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും കാലം താൻ തന്നെ മരുമോളെ നോവിച്ചു, ഒരിക്കലും താൻ അവളെ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ്ടേ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനിക്ക് സഹിച്ചില്ല. പിന്നീട് ദേവേനി അവിടെ നേരെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് മനുവരി പ്രാർത്ഥിക്കാനായിട്ട് പോവാണ്. എന്റെ ഭഗവാനെ, അവളാണ് എനിക്ക് കരള് ഭാഗത്ത് തന്ന നയന, ഞാൻ അവളെ എത്ര ദ്രോഹിച്ചു, എന്നിട്ട് പോലും അവൾ അതൊന്നും കാണിച്ചില്ല. വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാരും പറയായിരുന്നു അവള് നല്ലവളാന്ന്, ഈ കുടുംബത്തിലേക്ക് വരണ്ട മരുമോളാന്ന്. പക്ഷെ അന്നൊന്നും അവളുടെ വില ഞാൻ മനസ്സിലാക്കില്ല. ഇപ്പൊ ഞാൻ പക്ഷെ മനസ്സിലാക്കുന്നു അവൾ എത്ര നല്ലവളാന്ന്. എന്നിലും ഞാൻ അവളെ എത്ര ദുഷിച്ചിട്ട് പോലും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. എന്റെ ഭഗവാനെ, അവളെ കാത്തോണെന്നൊക്കെ പറഞ്ഞിട്ട് മനുവരി പ്രാർത്ഥിക്കുക. പിന്നീട് ദേവേന അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നയനയും കനകയും കൂടെ വരുന്നത്. അപ്പൊ നയനയുടെ കയ്യിൽ പതൊക്കെ പിടിച്ചിട്ടുണ്ട് കനക. അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവർ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ദേവേനെ ഇങ്ങ് ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. ഒരു നിമിഷം നയനയ്ക്കൊരു ഞെട്ടലുണ്ടായി. അമ്മ ഇന്ന് നോക്കി ആരാ വരുന്നതെന്ന് നോക്കാൻ പറയാണ്. ദേവേനെ കണ്ടതും പെട്ടെന്ന് കനയ്ക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. ഇനി എന്താ പറയാൻ പോണേന്ന് അറിയത്തില്ല. നയനെ കാണുന്നതന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നീട് അതിലൂടെ വന്നിട്ട് നയനെ കണ്ണു വെക്കാതെ ഇങ്ങനെ ദേവേനെ നോക്കുകയാണ്. നയന അങ്ങനെ കണ്ണിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് ആ കണ്ണിൽ ദേഷ്യമൊന്നും അല്ല കണ്ടത്. എന്തോ ഒരു ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ ഇഷ്ടമാണോ എന്നൊന്നും വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നയനയോട് ചോദിച്ചു, മോൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുക. ഇത് കേട്ടോ നയന ഒരു നിമിഷം അമ്പരന്ന് പോയി. നനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലത്. നനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. നയന ഒരു നിമിഷം ചിന്തിച്ചു, താൻ കേട്ട സത്യമാണോ അതോ ഇനിയിപ്പോ വേറെ വല്ലതും ആണോ എന്ന് നയനയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നയന പറഞ്ഞു, അതെ, അല്ല അമ്മയ്ക്ക് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. കുറെ സമയം സംസാരിച്ചതിന് ശേഷമാണ് ദേവേനി പോകുന്നത്. ഈ സമയം കനക പറഞ്ഞു, ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ നയനമോളെ, ഇതെന്താ സംഭവിച്ചെന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല, ഒരുപക്ഷെ ആദർശേട്ടൻ മലയ്ക്ക് പോയിട്ട് വന്നതിൻ്റെ ഇതാണോ, മലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇനി അമ്മയ്ക്ക് മാറ്റം വന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആദർശേട്ടന് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ നയന ഇന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ഭഗവാനെ, ആദ്യമായിട്ട് എൻ്റെ അമ്മ എന്നെ നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ചേ, ഇന്ന് വരെ എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ മനോരി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നയനെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നയനെ കാണാനായിട്ട് ആദർശ് വരുന്നത്. ആദർശ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയന ദേവേനെ കണ്ട കാര്യം എല്ലാം പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ അമ്മയ്ക്ക്, എനിക്കറിയില്ല എന്ന് പറയാണ്. ഞാൻ പറഞ്ഞില്ലേ, മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും, അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ മലയ്ക്ക് പോയെന്ന് പറയാ. ഒരുപക്ഷെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും, ഇനി അമ്മ നിന്നെ തേടി വരുമെന്ന് പറയണം. ഇത് കേട്ടതും നയന പറഞ്ഞു, തേടി വന്നില്ലേലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇത് മതി, കാരണം അമ്മ എന്നോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും ആദർശിന് ഭയങ്കര വിഷമായി. ആദർശ് നയനെ ചേർത്ത് പിടിക്കുകയാണ്. സാരമില്ല, അധികം വൈകാൻ നിനക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്.
ഈ സമയം വീട്ടിലെത്തി ദേവേനെ ഒരു കാര്യം തീരുമാനിക്കുക. അവളെ കൂട്ടിക്കൊണ്ട് വരണം. ഇനി അവളെ ഒരു നിമിഷം പോലും അവിടെ നിർത്തിക്കൂടാ. എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ തീരുമാനിച്ചു. ദേവയുടെ മനസ്സ് നിറഞ്ഞു. കാരണം ഇത്രയും കാലം താൻ ദുഷിച്ച മരുമകള് അങ്ങനെ തന്റെ എല്ലാമായിട്ട് തീർന്നിരിക്കുകയാണ്. അങ്ങനെ ദേവേനി ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങോട്ടേക്ക് വരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവളെ പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ട് അങ്ങനെ ദേവേനെ അവളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പൊ എന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോഴത്തേനും അപ്പൊ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.